ഹായ് അസ്സലാമലൈക്കും. ഇക്ക ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അപ്പോൾ തന്നെ കറി വെച്ചിട്ട് കുറച്ച് ഫ്രൈയും ചെയ്യാൻ മാറ്റി. പിന്നെ കറി വെക്കാനും പിന്നെ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം മസാല തേച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഉള്ളി അരിഞ്ഞ് കൊച്ചുള്ളിയാണ് കേട്ടോ തോനെ എടുത്തത്. എണ്ണ നല്ലോണം വഴറ്റിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് വഴറ്റിയിട്ട് നമ്മൾ ചിക്കൻ അതിനകത്തിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിക്കും. എന്നിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ കുറുകി നല്ല രീതിയിൽ വന്നോളും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ അങ്ങ് വെച്ച് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് ജോലി ഒതുക്കണ്ടേ, ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഐഷുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫ്രൈ ചെയ്തതാണ് ഇഷ്ടം. കറിയിലിട്ടതിനേയും കാട്ടി അവൾ കഴിക്കുന്നത് ഫ്രൈ ചെയ്തതാണ്. എല്ലാം ലിമിറ്റാണ് ആഹാരം അങ്ങനെ ഭയങ്കര പാടാണ്, നിർബന്ധിച്ച് കൊടുക്കണം. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ എന്തായാലും മിക്കായും കൂടെ വന്നു കേട്ടോ. മിക്കവാറും ചപ്പാത്തി ഉണ്ടാക്കാൻ നേരത്തെ ഇക്ക ഒന്നീ പരത്തി തരും, അതല്ലാന്നുണ്ടെങ്കിൽ ചുട്ട് തരും, എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യും. അതെനിക്ക് വലിയൊരു ആശ്വാസമാണ്. ഇങ്ങനെ കൂടെ നിന്ന് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ പെട്ടെന്ന് ജോലി ഒതുങ്ങും. അങ്ങനെ പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാനിരുന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ഐഷുമോൾക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കാണാനും പറ്റും. അവൾ നല്ല ഉറങ്ങിയിരുന്നാണ് കഴിക്കുന്നത്. 10-11 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഐഷുമോൾക്ക് ഭയങ്കര ആഹാരം കഴിക്കാൻ നിർബന്ധിച്ച് വേണം കൊടുക്കാൻ. അങ്ങനെ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് അവൾക്ക് പിച്ചി കൊടുത്ത്. എന്നാലും കഴിക്കാൻ ഭയങ്കര നിർബന്ധമാണ്, കഴിക്കത്തില്ല, നിർബന്ധിച്ച് കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.